നമ്മളിപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്, നിങ്ങൾക്കിപ്പോൾ ഞാനിവിടെ ഒരു 2 ടേംസ് പരിചയപ്പെടുത്തി തരാം. വളരെ പ്രധാനപ്പെട്ട ടേംസ് ആണ്. 2 പ്രധാനപ്പെട്ട നമ്മുടെ ഈ ടോപ്പിക്കിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ടേംസുകൾ. നിങ്ങളിപ്പോൾ ഈ വാക്കുകൾ മാത്രം കേട്ടാൽ മതി, വേറെ സെൻറ്റൻസുകളൊന്നും വായിക്കാൻ നിൽക്കേണ്ട. ഈ ഒരു 2 വേർഡ് മാത്രം നോക്കുക. ഇൻവെസ്റ്റ്മെൻറ്റ് വേഴ്സസ് സ്പെക്കുലേഷൻ. 2 ഇംഗ്ലീഷ് വേർഡ്, വേറെ ഒന്നും തന്നെ ഞാനിപ്പോൾ പറയുന്നില്ല. നിങ്ങൾ ഈ സെൻറ്റൻസ് ഒന്നും വായിക്കാൻ നിൽക്കേണ്ട, കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലായാലും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളൊരു ഏരിയയാണ്. അപ്പോൾ 2 ഇംഗ്ലീഷ് വാക്ക് മാത്രമേ പറയുന്നുള്ളൂ, ഇൻവെസ്റ്റ്മെൻറ്റും സ്പെക്കുലേഷനും. നോക്കൂ, ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ്റെ ഏരിയ അല്ല ഇത്. എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ്, എന്താണ് സ്പെക്കുലേഷൻ എന്ന് മാത്രം പഠിച്ചങ്ങ് വിടാവുന്നൊരു ഏരിയ അല്ല. ഈ ഇൻവെസ്റ്റ്മെൻറ്റ്, സ്പെക്കുലേഷൻ എന്ന 2 ടേമിനകത്ത് കുറേ ടോപ്പിക്കുകൾ പഠിക്കാനുണ്ട്. മിക്കവാറും ഇതെല്ലാം പല ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് പ്രധാനപ്പെട്ടൊരു ഏരിയയാണ്. ഒരിക്കൽ കൂടെ മനസ്സിലാക്കുക, വാട്ട് ഡു യു മീൻ ബൈ ഇൻവെസ്റ്റ്മെൻറ്റ്, വാട്ട് ഡു യു മീൻ ബൈ സ്പെക്കുലേഷൻ, ഇതല്ല പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്, പ്രധാനപ്പെട്ടതാണ്. മെയിനായിട്ട് ഈ ഒരു ഏരിയയിൽ ഡിസ്കസ് ചെയ്യേണ്ടത്, ഓക്കെ, ഒബ്വിയസ്ലി എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പഠിക്കണം. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്. നെക്സ്റ്റ്, എന്താണ് സ്പെക്കുലേഷൻ, സ്പെക്കുലേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്, ആരാണൊരു സ്പെക്കുലേറ്റർ, സ്പെക്കുലേറ്റർ എന്ന് വിളിക്കുന്നത് ആരെയാണ്. കൂടാതെ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് സ്പെക്കുലേഷൻ പഠിക്കണം. ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻവെസ്റ്റർ ആൻഡ് സ്പെക്കുലേറ്റർ ഉണ്ട്, അത് പഠിക്കണം. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സാണ് കൺസിഡർ ചെയ്യേണ്ടത്, ആ കാര്യം നോക്കണം. ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് സ്പെക്കുലേറ്റേഴ്സ്, പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് സ്പെക്കുലേറ്റേഴ്സ്. ഇവിടെയാണ് നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു 4 ചേട്ടന്മാരുണ്ട്. ഒരു ബുള്ള്, ഒരു ബെയർ, ഒരു സ്റ്റാഗ്, ഒരു ലെയിം ഡക്ക്. വഴിയേ കാണാം, എങ്കിലും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ടൈപ്പ് ഓഫ് സ്പെക്കുലേറ്റേഴ്സ് എന്ന ടോപ്പിക്കിനകത്താണ് പ്രധാനമായിട്ടും ആ 4 പേര് വരുന്നത്. ബുൾ, ബെയർ, സ്റ്റാഗ്, ലെയിം ഡക്ക് എന്നൊക്കെ പറയും. ഓക്കെ, അത് നമുക്ക് വഴിയേ കാണാം. മറ്റൊന്ന് ടൈപ്പ് ഓഫ് സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻസ്, അതും കൂടെ പഠിക്കാനുണ്ട്. ഇത് പുതിയ സിലബസിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നതാണ്. അതായത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. നമ്മുടെ 2 വർഷം മുൻപുള്ള ഈ സെയിം സബ്ജക്റ്റിൻ്റെ സിലബസിൽ ഇല്ലാത്തൊരു കാര്യമായിരുന്നു. അപ്പോൾ ഇതൊരു പുതിയ ടോപ്പിക്കാണ്, ടൈപ്പ് ഓഫ് സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻ. ഈ ടോപ്പിക്ക് പുതിയതാണെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ സിലബസിനകത്ത് ഇതൊരു പുതിയ ടോപ്പിക്കാണ്. ഇതിനകത്ത് കുറേ ടെക്നിക്കൽ ടേമുകളൊക്കെ പഠിക്കാൻ വരും. വാഷ് സെയിൽ, പ്രൈസ് റിഗ്ഗിങ്, കോർണറിങ് എന്നൊക്കെ പറഞ്ഞ് ഒരു കാരണവശാലും സ്വന്തമായിട്ട് ഒരു വാക്ക് കേട്ട് എഴുതാൻ പറ്റുന്ന ടൈപ്പ് അല്ല ഇത്. ഇത് പഠിച്ചാലേ എഴുതാൻ പറ്റൂ. അപ്പോൾ സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻസ്, ഇപ്പോൾ വാഷ് സെയിൽ, വാഷ് സെയിൽ എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും എഴുതി വെക്കും. വാഷ് സെയിൽ അതെന്തായാലും അല്ല. കോർണറിങ്, ഒരു മൂലയ്ക്ക് കൂട്ടിയിടുക എന്നുള്ളതല്ല. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇതെല്ലാം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ പഠിക്കാനുള്ള കാര്യങ്ങൾ ഇത്രയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരൊറ്റ ക്ലാസ്സിൽ ഞാൻ തീർക്കത്തില്ല, 2-3 ക്ലാസ്സായിട്ട് പാർട്ട് എ, ബി, സി ആയിട്ട് തീർക്കാം. ഓക്കെ, സോ എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ്, എന്താണ് സ്പെക്കുലേഷൻ, ആരാണ് സ്പെക്കുലേറ്റർ, ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് സ്പെക്കുലേഷൻ, ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻവെസ്റ്റർ ആൻഡ് സ്പെക്കുലേറ്റർ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ്, ആരൊക്കെയാണ് സ്പെക്കുലേറ്റേഴ്സ്, ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് സ്പെക്കുലേറ്റേഴ്സ്, ഏതൊക്കെയാണ് സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻസ്, ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻ. ഇത്രയുമാണ് നമ്മുടെ ടോപ്പിക്സ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, സോ നമുക്കിനി ഓരോന്നായിട്ട് ഡീൽ ചെയ്യാം. അപ്പോൾ എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ്, അവിടെ നിന്ന് തുടങ്ങാം. മീനിങ്ങിൽ നിന്ന് തുടങ്ങാം. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും സ്പെക്കുലേഷൻ്റെ അർത്ഥം ഒന്ന് പഠിപ്പിക്കണ്ടേ, ഇത് രണ്ടും എന്താണെന്ന് അറിയേണ്ടേടൂ. അപ്പോൾ എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ്, എന്താണ് സ്പെക്കുലേഷൻ, ഇതാണ് പറയാൻ വരുന്നത്. നോക്കൂ, ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലോങ് ടേം നേച്ചറാണ്. അതായത് ലോങ് ടേമിലേക്ക് വേണ്ടി ഒരു റെഗുലർ ഇൻകം പ്രതീക്ഷിച്ച്, ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ച് കേട്ടോണേ, ലോങ് ടേമിലേക്ക് എക്സ്പെക്ടേഷൻ ഓഫ് മേക്കിംഗ് ഗെയിൻ ദ ഫ്യൂച്ചർ ഫോം ഓഫ് ഡിവിഡൻഡ്, ഇൻട്രസ്റ്റ്, ക്യാപിറ്റൽ ഗെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത്. നോക്കൂ, ലോങ് ടേം മുന്നിൽ കണ്ടാണ്. ലോങ് ടേമിലേക്ക് നമ്മൾ റെഗുലർ ഇൻകം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ പൈസ മുടക്കുന്നതിനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് പുള്ളിക്കാരൻ 10 ലക്ഷം രൂപ മുടക്കി ഒരു മെഷീനറി വാങ്ങിയിടുന്നതും ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ബിസിനസ്സിലേക്ക് 10 ലക്ഷം രൂപ മുടക്കി ഒരു മെഷീനറി വാങ്ങിക്കുന്നത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. കാരണം 10 ലക്ഷം രൂപ അയാൾ ആ മെഷീനറിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുവാണ്. അതിൻ്റെ റിട്ടേൺ എപ്പോൾ കിട്ടും, ലോങ് ടേമിലാണ് കിട്ടുന്നത്. നാളെയോ മറ്റന്നാളോ കൊണ്ട് കിട്ടി തീരത്തില്ല. അപ്പോൾ ലോങ് ടേം നേച്ചറാണ് ഇൻവെസ്റ്റ്മെൻറ്റിനുള്ളത്. അപ്പോൾ എന്താണ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് ചോദിച്ചാൽ, ഇൻവെസ്റ്റ്മെൻറ്റ് മീൻസ് സാക്രിഫൈസിങ് സം മണി വാല്യൂ ഇൻ ദ പ്രസൻറ്റ്. ഇപ്പോൾ നമ്മൾ ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ രൂപ സാക്രിഫൈസ് ചെയ്യണം. ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ 5 രൂപ, 10 രൂപ, 15 രൂപ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, ലക്ഷക്കണക്കിന് രൂപയുടെ കളിയാണ്. ഓക്കെ, സോ അറ്റ് പ്രസൻറ്റ് നമ്മൾ കുറച്ച് പൈസ സാക്രിഫൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ?
നമ്മളിപ്പോൾ 10 ലക്ഷം രൂപ മുടക്കി ഒരു മെഷീനറി വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ പോയി, നമ്മളത് സാക്രിഫൈസ് ചെയ്തു. നമ്മളിപ്പോൾ 10 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി എന്ന് പറഞ്ഞാൽ കയ്യിലിരിക്കുന്ന 10 ലക്ഷം രൂപ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞു. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ 10 ലക്ഷം രൂപ അയാൾ സാക്രിഫൈസ് ചെയ്തു. എന്തിനു വേണ്ടി? മെഷീനറി വാങ്ങുന്നതിന് വേണ്ടി. ആ രീതി ചിന്തിക്കുക. ഓക്കെ, സോ ഇൻവെസ്റ്റ്മെൻറ്റ് മീൻസ് സാക്രിഫൈസിങ് സം മണി വാല്യൂ ഇൻ ദ പ്രസൻറ്റ്. എന്തിനു വേണ്ടിയാ? വിത്ത് ദ എക്സ്പെക്ടേഷൻ ഓഫ് മേക്കിംഗ് ഗെയിൻ ഇൻ ദ ഫ്യൂച്ചർ ഇൻ ദ ഫോം ഓഫ് ഡിവിഡൻഡ്, ഇൻട്രസ്റ്റ്, ക്യാപിറ്റൽ ഗെയിൻ. ഡിവിഡൻ്റ് ആയിട്ടോ ഇൻട്രസ്റ്റ് ആയിട്ടോ ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടോ ഏതെങ്കിലും രീതിയിൽ പണം തിരികെ കിട്ടും എന്ന പ്രതീക്ഷയിൽ അറ്റ് പ്രസൻറ്റ് കുറേ പൈസ മുടക്കുന്നതിനെയാണ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ അക്വിസിഷൻ ഓഫ് അസറ്റ് ഇൻ ദ എക്സ്പെക്ടേഷൻ ഓഫ് ജനറേറ്റിംഗ് ഇൻകം, അങ്ങനെയും പറയാം. അതാണ് ഈ മെഷീനറിയുടെ കേസ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അറ്റ് പ്രസൻറ്റ് നമ്മളൊരു നല്ലൊരു എമൗണ്ട് മുടക്കുക. എന്തിനു വേണ്ടിയാണ്? ഫ്യൂച്ചറിൽ ഒരു ഇൻകം കിട്ടും. അത് ഡിവിഡൻ്റ് ആയിട്ടോ ഇൻട്രസ്റ്റ് ആയിട്ടോ. ക്യാപിറ്റൽ ഗെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഫ്യൂച്ചറിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വിറ്റ് കാശ് ഫുള്ളായിട്ട് ക്യാഷ് ആക്കാമെന്ന്. ഓക്കെ, അതിപ്പോൾ അസറ്റിൻ്റെ കേസ് വരത്തില്ല, ലാൻഡിൻ്റെയൊക്കെ കേസ് വേണമെങ്കിൽ പറയാം. ഇപ്പം നിങ്ങളുടെയൊക്കെ പേരൻസ് ചിലപ്പോൾ ചെയ്യുന്നുണ്ടായിരിക്കാം. കുറച്ച് പൈസയൊക്കെ കിട്ടുമ്പോഴത്തേക്ക് നിങ്ങൾ സ്വർണ്ണം വാങ്ങി വെക്കാറില്ലേ? ദാറ്റ് ഈസ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ വെറുതെ അങ്ങനെ സ്വർണ്ണം ഇപ്പോൾ വാങ്ങിയില്ലെങ്കിൽ ചത്തുപോകുന്നൊന്നും അല്ല. കുറച്ച് പൈസ കയ്യിൽ ഇരിക്കുമ്പോൾ വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് സ്വർണ്ണം വാങ്ങി വെക്കും. അല്ലെങ്കിൽ ഇത്തിരി കൂടുതൽ എമൗണ്ട് കയ്യിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ലാൻഡ് വാങ്ങിയിടും. ഇതൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ പറയുന്ന ഗോൾഡ് ആയാലും ലാൻഡ് ആയാലും നാളെ ഒരു കാലത്ത് വില കൂടുമ്പോൾ മറിച്ച് വിൽക്കാമെന്ന ഉദ്ദേശത്തിലാണ്. ഇതെല്ലാം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഓക്കെ, പക്ഷേ ഇതെല്ലാം തന്നെയും ലോങ് ടേം നേച്ചറാണെന്ന് മനസ്സിലാക്കുക. ഇന്ന് വാങ്ങിയിട്ട് നാളെ വിൽക്കണമെന്നല്ല, ഇതൊക്കെ വാങ്ങി വെച്ചിരിക്കുവാണ്. ക്ഷമ വേണമെന്ന് പറയുന്ന കണക്കാ. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കേസിലൊരു ലോങ് ടേം ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഓക്കെ, സോ നമ്മളൊരു കമ്പനിയുടെ ഷെയർ വാങ്ങുന്ന ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, ഡിബഞ്ചർ വാങ്ങുന്ന ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, നമ്മളൊരു ബിസിനസ്സിലേക്ക് ഫിക്സഡ് അസറ്റ് വാങ്ങിയിടുന്ന ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, വീട്ടിൽ ഗോൾഡ് വാങ്ങുന്ന ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, ലാൻഡ് വാങ്ങുന്നത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇതെല്ലാം തന്നെയും അറ്റ് പ്രസൻറ്റ് നമ്മൾ പൈസ സാക്രിഫൈസ് ചെയ്യുവാണ്. എന്തിനു വേണ്ടിയാ? ഫ്യൂച്ചറിൽ. ലോങ് ടൈം നേച്ചറാണ്. ഫ്യൂച്ചറിൽ ഒരു ബെനിഫിറ്റ് കിട്ടുന്നതിന് വേണ്ടി. ഇതിനെയാണ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്നാൽ സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഊഹക്കച്ചവടം എന്ന് പറയും മലയാളത്തിൽ. ഊഹക്കച്ചവടം, സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞാലും സാക്രിഫൈസിങ് മണി അറ്റ് പ്രസൻറ്റ് എന്തായാലും നടക്കും. നിങ്ങൾ ഇപ്പോൾ പൈസ മുടക്കണം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് റിട്ടേൺ കിട്ടുക എന്നുള്ളതല്ല, പ്രൈസിലുണ്ടാകുന്ന വേരിയേഷനിൽ നിന്ന്, പ്രൈസിലുണ്ടാകുന്ന നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്ന സെക്യൂരിറ്റി എന്താണോ അതിൻ്റെ പ്രൈസിലുണ്ടാകുന്ന വേരിയേഷനിൽ നിന്ന് ലാഭം പിടിക്കുക. അതിനെയാണ് സ്പെക്കുലേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാനൊരു കമ്പനിയുടെ 100 ഷെയർ വാങ്ങി, 10 രൂപ കൊടുത്താണ് വാങ്ങിയത്. ഒരു കമ്പനിയുടെ 100 ഷെയർ 10 രൂപ കൊടുത്ത് വാങ്ങി. അപ്പോൾ 1000 രൂപയ്ക്ക് വാങ്ങി. എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇത് കയ്യിൽ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് വളരെ നാളുകൾക്ക് ശേഷം കുറേ നാൾ ഡിവിഡൻ്റൊക്കെ മേടിച്ച് അങ്ങനെ ഒരു ലോങ് ടൈം പർപ്പസ് ഇല്ല. എൻ്റെ ഉദ്ദേശം ഇത് നാളെ 11 രൂപ ആവുകയാണെങ്കിൽ അപ്പോഴേ ഞാൻ വിൽക്കും. ഷോർട്ട് ടേം നേച്ചറാണ്. സ്പെക്കുലേഷൻ എന്ന് പറയുന്നത് ഷോർട്ട് ടേമിലേക്കുള്ള പ്രൈസ് ഫ്ലക്ച്വേഷനിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടാനാണ് നോക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റും സ്പെക്കുലേഷനും നമ്മളെ പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറഞ്ഞാൽ പീരീഡാണ്. ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ പൈസ മുടക്കിയിട്ടിരിക്കുന്നത് ലോങ് ടേം നേച്ചർ ഉദ്ദേശിച്ചാണ്. പതുക്കെ സ്റ്റേബിൾ ഇൻകം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കണോ അതിൽ നിന്ന്. അതാണ് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതല്ല, നാളെ ഒരു കാലത്ത് വിൽക്കാനാണെങ്കിൽ പോലും അതൊരു സഡനായിട്ട് ക്വിക്കായിട്ടുള്ള ആക്ഷൻ അല്ല. ഫ്യൂച്ചറിൽ കുറേ നാളുകൾക്ക് ശേഷം വെയിറ്റ് ചെയ്തിട്ടൊക്കെ നമ്മൾ വിൽക്കത്തുള്ളൂ. സ്പെക്കുലേഷൻ അങ്ങനല്ല. സ്പെക്കുലേഷൻ ആണ് നമ്മുടെ മനസ്സിലിരിക്കുന്നതെങ്കിൽ, നമ്മുടെ മൈൻഡ് സ്പെക്കുലേറ്റീവ് മൈൻഡ് ആണെങ്കിൽ നമ്മൾ ആ പറയുന്ന അസറ്റ് വാങ്ങുന്നത് തന്നെ എത്രയും പെട്ടെന്ന് അതിൻ്റെ വില കൂടുകയാണെങ്കിൽ വിൽക്കാനായിട്ടാണ്. കയ്യിൽ വെച്ചിരിക്കണമെന്നേ ഇല്ല. നമുക്കത് കയ്യിൽ കൊണ്ട് നടക്കണമെന്നില്ല. എപ്പോഴാണോ പ്രൈസ് കൂടുന്നത് ആ സമയത്ത് നമ്മൾ വിറ്റിരിക്കും. ആ രീതിയിൽ നടത്തുന്ന ട്രാൻസാക്ഷനാണ് സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് ഇത് ഇവിടെ പറയുന്നുണ്ട്, ഇൻ സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻസ് സെക്യൂരിറ്റീസ് ആർ ബോട്ട് വിത്ത് എക്സ്പെക്ടേഷൻ ദാറ്റ് ദ പ്രൈസ് വിൽ റൈസ് ഇൻ ഫ്യൂച്ചർ ആൻഡ് സോൾഡ് വിത്ത് ദ എക്സ്പെക്ടേഷൻ ദാറ്റ് ദ പ്രൈസ് വിൽ ഫോൾ. ഉദ്ദേശിക്കുന്നത് നമ്മളൊരു സെക്യൂരിറ്റി വാങ്ങുകയും അതിൻ്റെ പ്രൈസ് വിത്തിൻ ഡേയ്സോ വിത്തിൻ വീക്സോ കൂടുമെന്നുണ്ടെങ്കിൽ നമ്മളത് വിൽക്കും. വിറ്റിട്ട് ഉടനെ തന്നെ അതിൻ്റെ പ്രൈസ് കുറയുവാണെങ്കിൽ വീണ്ടും വാങ്ങും. നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അത് കയ്യിൽ കൊണ്ട് നടക്കണമെന്നല്ല. നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്ന സെക്യൂരിറ്റിയുടെ പ്രൈസിൽ എപ്പോഴാണോ നമുക്ക് അഡ്വാൻറ്റേജ് കിട്ടുന്നത് ആ സമയത്ത് വിൽക്കുക. ദാറ്റ് ഈസ് സ്പെക്കുലേഷൻ. എന്നാൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കേസ് അതല്ല. ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് നമുക്കതൊരു ലോങ് ടൈം പർപ്പസിലേക്കാണ്. പൈസ അങ്ങ് മുടക്കി ഇട്ടേക്കുവാണ്. അതിൽ നിന്ന് ഒരു മാസാമാസം അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഇങ്ങനെ റിട്ടേൺ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഗോൾഡിൻ്റെ കേസ് ചോദിക്കും, ഗോൾഡ് വാങ്ങി വെച്ചാൽ എന്ത് റിട്ടേൺ കിട്ടും? ഞാൻ പറയുന്നല്ലോ, ഗോൾഡ് വാങ്ങി വെക്കുന്നതും അസറ്റ് വാങ്ങി വെക്കുന്നതും ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. കാരണം അത് ലോങ് ടൈം നേച്ചറിനാണ്. ഇപ്പോൾ ഇന്ന് നിങ്ങൾ ഒരു പവന് ശ്രദ്ധിച്ചോണേ, ഒരു പവൻ 35,000 രൂപയ്ക്ക് വാങ്ങി.
വീട്ടുകാരായാലും അങ്ങനെ വാങ്ങി വിചാരിക്കും. 1 പവൻ സ്വർണം 35,000 രൂപയ്ക്ക് വാങ്ങി. നാളത്തെ പത്രം നാളെ നോക്കുമ്പോൾ അത് 35,500 കൂടി എന്ന് കരുതി നമ്മൾ സ്വർണ്ണം വാങ്ങി വിറ്റ് കളയത്തില്ല. ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 35,000 രൂപയ്ക്ക് വാങ്ങിയെങ്കിൽ അതവിടെ ഇരിക്കട്ടെ. 1-2 കൊല്ലം കഴിയട്ടെ. ഈ ആറ്റിറ്റ്യൂഡാണ്. ലാൻഡ് വാങ്ങുന്നത് 1 സെൻറ്റിന് 1 ലക്ഷം രൂപയ്ക്ക് വാങ്ങി. 1 സെൻറ്റിന് 1 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയിട്ടിരിക്കുകയാണ്. നാളെ അതിൻ്റെ വില 1,10,000 1,10,000 എന്ന് കരുതി നമ്മൾ വിൽക്കത്തില്ല. ലാൻഡ് അവിടെ കിടക്കട്ടെ. 1 ലക്ഷം അല്ലേ, 2-3 വർഷം കഴിയുമ്പോൾ അത് 2 ലക്ഷം ആകുമായിരിക്കും. ഈ ആറ്റിറ്റ്യൂഡാണ് ഇൻവെസ്റ്റ്മെൻറ്റിന്. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ സ്പെക്കുലേഷൻ അങ്ങനല്ല. സ്പെക്കുലേഷൻ്റെ കേസിൽ കൂടുതലും ഷെയറിൻ്റെ കേസേ പറയാൻ പറ്റൂ. സെക്യൂരിറ്റീസാണ് കൂടുതലും സ്പെക്കുലേഷൻ യൂസ് ചെയ്യുന്നത്. 10 രൂപ വിലയുള്ള ഷെയർ വാങ്ങി, നാളെ അതിന് 11 നമ്മുടെ ഉദ്ദേശം എന്താ? ഇത് കൈ വെക്കണമെന്നില്ല. ചിലപ്പോൾ ഞാനതങ്ങ് വിൽക്കും. കാര്യം 1 രൂപ ലാഭം കിട്ടുമല്ലോ. എന്നിട്ട് ഞാൻ വീണ്ടും വില കുറഞ്ഞ ഏതെങ്കിലും ഒരു ഷെയർ വാങ്ങും. അതിൻ്റെ വില കൂടുമ്പോൾ വിൽക്കും. നമ്മുടെ ഉദ്ദേശം ഇത് കൈ കൊണ്ട് നടക്കണമെന്നേ ഇല്ല. നമ്മൾ വാങ്ങുന്ന വിലയേക്കാൾ കൂടുതൽ വില കിട്ടുവാണെങ്കിൽ അപ്പം തന്നെ കാച്ചിയേക്കുക. അതാണ് സ്പെക്കുലേഷൻ. വ്യത്യാസം മനസ്സിലായല്ലോ? ഇനി കൂടുതൽ വ്യത്യാസങ്ങളിലേക്ക് പോകാം. ഇൻവെസ്റ്റ്മെൻറ്റും സ്പെക്കുലേഷനും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇപ്പോൾ ഈ പറഞ്ഞതിൽ നിന്നൊക്കെ തന്നെ കുറേയൊക്കെ പറയാൻ പറ്റും. ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് സ്പെക്കുലേഷൻ. മീനിങ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇൻവെസ്റ്റ്മെൻറ്റ് മീൻസ് സാക്രിഫൈസിങ് സം മണി വാല്യൂ ഇൻ ദ പ്രസൻറ്റ് വിത്ത് ദ എക്സ്പെക്ടേഷൻ ഓഫ് മേക്കിംഗ് ഗെയിൻ ഇൻ ദ ഫ്യൂച്ചർ. ഓക്കെ, ഇവിടെ പക്ഷേ അങ്ങനല്ല. സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ബൈയിങ് ഓർ സെല്ലിംഗ് ഓഫ് റിസ്ക് സെക്യൂരിറ്റീസ് വിത്ത് ദ എക്സ്പെക്ടേഷൻ ദാറ്റ് ദ പ്രൈസ് വിൽ ഫ്ലക്ച്വേറ്റ് ഇൻ ഫ്യൂച്ചർ. നമ്മൾ ഇന്നൊരു 10 രൂപ കൊടുത്തൊരു ഷെയർ വാങ്ങുകയും നാളെ അതിൻ്റെ വില 11 ആവുകയും എന്ന് വിശ്വസിച്ചാണ് ഇത് വാങ്ങുന്നത്. ഓക്കെ, ഇനി വില കുറയുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ നഷ്ടം തന്നെയാണ്. വിൽക്കാതിരുന്നാൽ മതിയല്ലോ. വില കുറയുവാണെന്നുണ്ടെങ്കിൽ നമ്മളത് വിൽക്കുന്നില്ല. വില കൂടുന്നവരെ വെയിറ്റ് ചെയ്യും. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് പ്രൈസിലുള്ള ഫ്ലക്ച്വേഷൻ നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയാൽ അപ്പോഴേ നമ്മൾ വിൽക്കും. ഇത് കയ്യിൽ വെച്ചിരിക്കത്തില്ല. നമുക്ക് ഡിവിഡൻറ്റും വേണ്ട, ഇൻട്രസ്റ്റും വേണ്ട, ഒന്നും വേണ്ട. ഈ വില വ്യത്യാസത്തിലുള്ള ലാഭം മാത്രം മതി. പീരീഡ് പറഞ്ഞേ. ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര പീരീഡിലേക്കാണ്? ലോങ് പീരീഡാണ്. സ്പെക്കുലേഷൻ ഷോർട്ട് പീരീഡാണ്. റിസ്ക് എങ്ങനെയായിരിക്കും? റിസ്ക് ആലോചിച്ച് നോക്കിയേ. ഇൻവെസ്റ്റ്മെൻറ്റിൽ റിസ്ക് മോഡറേറ്റ്. കാര്യം നമ്മൾ ലോങ് ടൈമിലേക്കാണ് വെച്ചിരിക്കുന്നത്. ഇടയ്ക്ക് വെച്ച് നമുക്ക് ചിലപ്പോൾ തോന്നും, അയ്യോ നമുക്ക് നഷ്ടമാണല്ലോ, വെയിറ്റ് എന്ന രീതിയിലാണ്. ഇപ്പോൾ സ്വർണ്ണത്തിൻ്റെ വില നമ്മൾ വാങ്ങിയത് 35,000 രൂപയ്ക്ക്, അയ്യോ 34,000 ആവുന്നു, 33,000 ആവുന്നു. അതിനിപ്പോൾ എന്താ? നമ്മൾ ഇന്നോ നാളെയോ വിൽക്കാൻ പോകുന്നില്ലല്ലോ. വെയിറ്റ് ചെയ്യുക. നമ്മൾ ലോങ് ടൈമിലേക്കല്ലേ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിനെ സംബന്ധിച്ച് റിസ്ക് വളരെ കുറവാണ്. കാര്യം ലോങ് ടൈമിൽ ഇരിക്കുമ്പോൾ എപ്പോഴെങ്കിലും നമുക്ക് ലാഭം കിട്ടിക്കോളും. ആ സമയത്ത് വിറ്റാൽ മതി. ചിലപ്പോൾ 1 വർഷം കഴിഞ്ഞായിരിക്കാം, 2 വർഷം കഴിഞ്ഞായിരിക്കാം. ആയിക്കോട്ടെ, നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് ലോങ് ടൈമിലേക്ക് സെറ്റ് ചെയ്തിരിക്കുകയല്ലേ. പക്ഷേ സ്പെക്കുലേഷനിൽ ഭയങ്കര റിസ്ക്കാണ്. കാര്യം ഷോർട്ട് പീരീഡിലേക്ക് വിറ്റ് കാശാക്കാനാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഷോർട്ട് പീരീഡിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കണക്ക് പ്രൈസ് മൂവ് ചെയ്യുന്നില്ലെങ്കിൽ പണി കിട്ടും. കാര്യം സ്പെക്കുലേറ്ററുടെ മൈൻഡ് വെറും എന്താ പറയുക, കുറച്ചുകൂടി വ്യക്തമായ ടൈം പാസ്സാണ്. ആ രീതിയിൽ പറഞ്ഞുതരാം. ഇയാൾക്കിതിങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കണമെന്നൊന്നുമില്ല. ഇന്നിപ്പോൾ ഷെയർ വാങ്ങി ഇന്ന് വൈകിട്ട് തന്നെ വില കൂടി അപ്പം തന്നെ വിൽക്കുക, അതാണ് ഉദ്ദേശം. ഓക്കെ, അതുകൊണ്ട് തന്നെ കുറേ നാൾ വെയിറ്റ് ചെയ്തിരിക്കുക എന്ന് പറയുന്നത് പുള്ളിക്കാരന് നഷ്ടമാണ്. അപ്പം അൺഫേവറബിൾ കണ്ടീഷൻ തന്നെ ഇങ്ങനെ നിന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സ്പെക്കുലേഷനിൽ റിസ്ക് വരും. ഫണ്ട് യൂസ്ഡ് മെയിനായിട്ട് ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ നമ്മുടെ സ്വന്തം ഫണ്ടാണ്. നമ്മളാരും കടം വാങ്ങി ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തത്തില്ല. അത് ഭയങ്കര നഷ്ടമായി പോകും. പലിശയ്ക്ക് പൈസ എടുത്ത് നമ്മൾ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. കാര്യം ഇല്ല, പലിശ കൊടുത്ത് തന്നെ നമ്മൾ മുടിഞ്ഞു പോകും. ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും സ്വന്തം പൈസയ്ക്കായിരിക്കണം. പക്ഷേ സ്പെക്കുലേഷൻ വേണമെങ്കിൽ ബോറോഡ് ഫണ്ടിൽ നിന്ന് നടത്താം. കാര്യം വിത്തിൻ എ ഷോർട്ട് പീരീഡ് നമുക്ക് ആ പൈസ തിരിച്ചു കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. നമ്മളിപ്പോൾ ഇന്ന് ഷെയർ മേടിച്ചിട്ട് നാളെയോ മറ്റന്നാളോ തന്നെ വിറ്റ് കാശാക്കുമല്ലേ. അതുകൊണ്ട് തന്നെ കടം വാങ്ങി ബിസിനസ് ചെയ്താലും കുഴപ്പമില്ല. ആ കടം പെട്ടെന്ന് തുടർന്ന് കൊടുത്ത് തീർക്കാൻ പറ്റും. ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങനല്ല. നിങ്ങളിപ്പം പണം പലിശയ്ക്ക് എടുത്തുകൊണ്ട് സ്വർണ്ണം വാങ്ങിയുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഒരു കല്യാണമൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് ആദ്യമേ പറഞ്ഞു. സ്വർണം വാങ്ങുന്നത് വെറുതെ കയ്യിൽ പൈസ ഇരിക്കുമ്പോൾ അതങ്ങ് ഇൻവെസ്റ്റ് ചെയ്യുവാണ് ഗോൾഡിൽ. അതല്ലാതെ നമ്മുടെ വീട്ടിലെ ഒരു കല്യാണമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. അത് നമ്മളെ പേരൻസിനെ സംബന്ധിച്ച് ആ സ്വർണ്ണം വാങ്ങി കൊടുത്തങ്ങ് വിടയല്ലേ. അതല്ല ഉദ്ദേശിക്കുന്നത്. ഗോൾഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ വെറുതെ സ്വർണ്ണം വാങ്ങി വെക്കുന്നു. ആരെങ്കിലും പലിശയ്ക്ക് പൈസ എടുത്ത് വെറുതെ സ്വർണ്ണം വാങ്ങി വെക്കൂ? ഇല്ല. കാര്യം നഷ്ടമല്ലേ, പലിശ കൊടുക്കണ്ടേ. പക്ഷേ സ്പെക്കുലേഷനിൽ നമ്മുടെ ഉദ്ദേശം തന്നെ സെക്യൂരിറ്റി വാങ്ങുക വിൽക്കുക. അതുകൊണ്ട് തന്നെ കടം വാങ്ങി ചെയ്യാം. ബേസിസ് ഫോർ ഡിസിഷൻ. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിനുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഡിസിഷൻ എടുക്കുന്നതിൻ്റെ ഒരു ബേസിസ് എന്താണ്? കൂടുതലായിട്ടും ഒരു കമ്പനിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കമ്പനിയുടെ ട്രാക്ക് റെക്കോർഡും പെർഫോമൻസും ഒക്കെ നോക്കിയിട്ടാണ്. ഓക്കെ, സ്പെക്കുലേഷൻ അങ്ങനല്ല. ആ സമയത്തുള്ള കേട്ടുകേൾവിയാണ്, ഹിയർസേ ആൻഡ് മാർക്കറ്റ് സൈക്കോളജി. കാര്യം ആ കമ്പനിയുടെ നല്ല പേരോ ട്രാക്ക് റെക്കോർഡോ അല്ല നോക്കേണ്ടത്. കാര്യം നമുക്ക് വിത്തിൻ ഡേയ്സിൽ ട്രാൻസാക്ഷൻ തീർക്കണം.
ഇന്ന് തിങ്കൾ ചൊവ്വ ബുധൻ എക്സാമ്പിളാണ്, തിങ്കൾ ചൊവ്വ ബുധൻ ഈ കമ്പനിയുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് മാത്രം നോക്കിയാൽ മതി. കമ്പനി പണ്ട് എന്തായിരുന്നു ഇനി എന്താണ് നമ്മൾ നോക്കേ വേണ്ട. സ്പെക്കുലേഷനിൽ തിങ്കളാഴ്ച ഞാൻ ഷെയർ വാങ്ങും, എനിക്ക് മാക്സിമം ബുധനാഴ്ച വരെ ഹോൾഡ് ചെയ്യാൻ പറ്റൂ, അപ്പം ഞാൻ വിൽക്കണം. തിങ്കൾ ചൊവ്വ ബുധൻ മാർക്കറ്റ് എങ്ങനെയാണ് അത് മാത്രമേ ഞാൻ നോക്കത്തുള്ളൂ. അതാണ് ഡിസിഷൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇൻവെസ്റ്ററുടെ ആറ്റിറ്റ്യൂഡ്. ഇൻവെസ്റ്റ്മെൻറ്റിൽ കുറച്ച് കൺസർവേറ്റീവ് ആയിരിക്കും, കോഷ്യസ് ആയിരിക്കും, കുറച്ചുകൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കും. കാര്യം കുറച്ച് എമൗണ്ട് കൂടുതലായിരിക്കും, ലോങ് ടൈം നേച്ചറാണ്, നമുക്ക് റെഗുലർ ഇൻകം കിട്ടണം. എന്നാൽ സ്പെക്കുലേഷൻ ഭയങ്കര അഗ്രസീവ് ആയിരിക്കും, കെയർലെസ് ആയിരിക്കും, ഡയറിങ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും നമ്മളൊന്നും തന്നെ അധികമായിട്ട് ആലോചിക്കുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞല്ലോ 10 രൂപയുടെ ഷെയർ മേടിച്ചിട്ട് അതിൻ്റെ വില നാളെ 11 ആവുക എന്ന് കണ്ടാൽ അപ്പോഴേ വിറ്റേക്കുക. ഇനി നാളെ കഴിഞ്ഞത് മറ്റന്നാൾ 12 ആകുമോ 13 ആകുമോ അതൊന്നും നോക്കുന്നില്ല. കാര്യം നമുക്കിതൊരു ലോങ് ടേം പർപ്പസ് അല്ല. എപ്പോഴാണോ നമുക്ക് ഗുണം കിട്ടുന്നത് ആ സമയത്ത് വിൽക്കുവാണ്. അതാ രാവിലെ വാങ്ങിയിട്ട് വേണമെങ്കിൽ ഉച്ചയ്ക്ക് വിൽക്കാൻ റെഡിയാണ്. ആ രീതിയിൽ നിൽക്കുന്നവരാണ് സ്പെക്കുലേറ്റേഴ്സ്. മോഡ് ഓഫ് ഏണിങ്, ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ നമുക്ക് ഡിവിഡൻറ്റും ഇൻട്രസ്റ്റും ഒക്കെ കിട്ടുന്നത് ഏണിംഗ് ആയിട്ട്. എന്നാൽ സ്പെക്കുലേഷനിൽ അതൊന്നും വെയിറ്റ് ചെയ്യത്തില്ല. ആ പ്രൈസ് ചേഞ്ചാണ് നമ്മൾ പ്രോഫിറ്റ് ആയിട്ട് മാറ്റുന്നത്. 10 വാങ്ങി 11 വിറ്റാൽ 1 രൂപ ലാഭം, ഇത്രയേ നോക്കുന്നുള്ളൂ. റിട്ടേൺ എക്സ്പെക്റ്റഡ്, ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് ഒരു മോഡറേറ്റ് റിട്ടേണേ പ്രതീക്ഷിക്കുന്നുള്ളൂ. അല്ലാതെ കോടികൾ മുടക്കിയിട്ട് കോടികൾ കിട്ടണമെന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഒരു സാധാരണ ഒരു റിട്ടേൺ കിട്ടിക്കൊണ്ടിരിക്കണം. പക്ഷേ സ്പെക്കുലേഷൻ അങ്ങനല്ല, ഹൈ റിട്ടേൺ ആണ് പ്രതീക്ഷിക്കുന്നത്. കാര്യം അവിടെ റിസ്ക്കും കൂടുതലാണ്. റിസ്ക് കൂടുതലായതുകൊണ്ട് നമ്മൾ റിട്ടേണും കൂടുതലായിട്ട് പ്രതീക്ഷിക്കും. ഇൻകം, സ്റ്റേബിൾ ഇൻകം പ്രതീക്ഷിക്കും. നമ്മൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടിരുന്നാൽ നമ്മൾ അതിൽ നിന്നൊരു സ്റ്റേബിൾ ഇൻകമാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ സ്പെക്കുലേഷനിലെ ഇൻകം അൺസർട്ടൺ ആണ്, അല്ലെങ്കിൽ ഇറഗുലറാണ്. ഇത്രയുമാണ് പ്രധാനമായിട്ടും. ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി കാണും എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ്, എന്താണ് സ്പെക്കുലേഷൻ. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഉറച്ച മനസ്സ് പോലെയാണ്. ലോങ് ടൈമിലേക്ക് കിട്ടിയേക്കണം, നമുക്ക് പേടിയൊന്നുമില്ല, അതിൽ നമുക്ക് ഇൻകം കിട്ടിക്കൊണ്ടിരിക്കും, അതവിടെ കിടക്കട്ടെ, ഒരു 5-6 കൊല്ലത്തേക്ക് അവിടെ കിടക്കട്ടെ, ഈ ഒരു ആറ്റിറ്റ്യൂഡാണ്. സ്പെക്കുലേഷൻ അങ്ങനല്ല. സ്പെക്കുലേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, തിങ്കളാഴ്ച പർച്ചേസ് ചെയ്യുന്നൊരു സെക്യൂരിറ്റി, തിങ്കളാഴ്ച വാങ്ങുന്ന സെക്യൂരിറ്റി നമ്മൾ ബുധനാഴ്ചക്കകം വിൽക്കാനാണ് നോക്കുന്നത്. അപ്പോൾ ആ തിങ്കൾ ചൊവ്വ ബുധൻ്റെ മാർക്കറ്റ് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ബുധനാഴ്ചയ്ക്ക് ശേഷം കമ്പനി പൊട്ടിപ്പോയാലും നമുക്കൊന്നുമില്ല എന്ന ആറ്റിറ്റ്യൂഡാണ്. തിങ്കൾ ചൊവ്വ ഈ 3 ദിവസത്തേക്ക് മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. ആ ഒരു അഗ്രസീവ് മൈൻഡിനെയാണ് സ്പെക്കുലേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു ടോപ്പിക് നോക്കാം. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ എവിടെയെങ്കിലും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സ് പരിഗണിക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ ഫാക്ടേഴ്സ് പരിഗണിച്ചിട്ടാണ് നമ്മൾ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ടുന്നത്. ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത് ഒരു കമ്പനിയുടെ ഷെയർ, ഡിബഞ്ചർ വാങ്ങുന്നതാവാം, ഫിക്സഡ് അസറ്റ് വാങ്ങുന്നതാവാം, എന്തിനൊരു ബിസിനസ് തുടങ്ങുന്നത് പോലും ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നിങ്ങൾ കൊമേഴ്സുകാർ അറിയണം, ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. എൻ്റെ കയ്യിൽ 1 കോടി രൂപയുണ്ട്, ഞാൻ അത് വെച്ചൊരു ബിസിനസ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 1 കോടി രൂപ ആ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുവാണ്. അപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുന്ന ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങുന്ന ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, ഡിബഞ്ചർ വാങ്ങുന്നത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, ഗോൾഡ് വാങ്ങുന്നത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇതെല്ലാം തന്നെയും ലോങ് ടൈം നേച്ചറാണ്. ഒരു സ്റ്റേബിൾ ഇൻകം കിട്ടണം എന്നതാണ് ആറ്റിറ്റ്യൂഡെങ്കിൽ ഇതെല്ലാം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ അത് വെച്ചിട്ട് എന്തൊക്കെ ഫാക്ടേഴ്സാണ് പ്രധാനമായിട്ടും കൺസിഡർ ചെയ്യേണ്ടത്? ആദ്യം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ ഒരു കമ്പനിയുടെ ഡിബഞ്ചർ വാങ്ങുന്നതാവാം, ബാങ്കിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്താവാം, എന്തോ ആയിക്കോട്ടെ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പരിശോധിക്കണം. കാര്യം റെഗുലർ ഇൻകം കിട്ടാൻ വേണ്ടിയാണല്ലോ. ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല, വളരെ വളരെ കുറവാണ് ഇൻട്രസ്റ്റ് എങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും മടിക്കും. ഗവൺമെൻറ് പോളിസി. ഗവൺമെൻറ്റിൻ്റെ പോളിസി, അതായത് ഉദ്ദേശിക്കുന്ന കൂടുതലായിട്ടും ഇത് ഗവൺമെൻറ്റിൻ്റെ ഈ കമ്പനികൾക്കെതിരായിട്ടുള്ള പോളിസി എങ്ങനെയാണ്, ഇപ്പോൾ പുതിയ ബിസിനസ് തുടങ്ങുമ്പോഴുള്ള പോളിസി എന്താണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ്, പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഗവൺമെൻറ് സ്വീകരിക്കുന്നുണ്ടോ, ഗവൺമെൻറ് സ്വാഗതം ചെയ്യുന്നുണ്ടോ, ഫേവറബിൾ കണ്ടീഷൻ ആണോ. ഇപ്പോൾ ചില സമയത്തൊക്കെ പറയാറുണ്ട്, ചില കമ്പനികൾക്കൊക്കെ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാനായിട്ട് അവസരം കൊടുക്കും, സ്റ്റാർട്ടപ്പുകൾക്കൊക്കെ തുടങ്ങും. അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഇൻവെസ്റ്റ്മെൻറ്റ് ഓക്കെയാണ്. ഗവൺമെൻറ് സ്പെൻഡിങ് ഓൺ ഇൻഫ്രാസ്ട്രക്ചർ. ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ എനിക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. പക്ഷേ ആ ഒരു ഏരിയയിൽ ഇലക്ട്രിസിറ്റിയോ വാട്ടർ സപ്ലൈയോ ഒന്നും അധികം ഓക്കെ അല്ല. അതിനർത്ഥം എന്താ, ഗവൺമെൻറ്റിൻ്റെ ഈ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ പറയുന്ന ഇലക്ട്രിസിറ്റി ആവാം, വാട്ടർ സപ്ലൈ ആവാം, ട്രാൻസ്പോർട്ടേഷൻ ആവാം, കമ്മ്യൂണിക്കേഷൻ ആവാം. ഇത്തരം കാര്യങ്ങളെല്ലാം ഗവൺമെൻറ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ് ഇൻഫ്രാസ്ട്രക്ചറിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയ മൊത്തത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക, അതായത് ബിസിനസ് നടത്താൻ ഓക്കെ ആവുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി, ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ വ്യവസായങ്ങളുള്ളത് ബോംബെയിലാണ്, കൊൽക്കട്ടയിലാണ്, ബാംഗ്ലൂരാണ്. കാര്യം അവിടെ എല്ലാം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ഉണ്ട്. കേരളത്തിലേക്ക് വന്നാൽ ട്രിവാൻഡ്രം ആവാം, കൊച്ചി ആവാം, കോഴിക്കോടാവാം. പക്ഷേ കൂടുതലായിട്ട് വയനാടിനെ പറ്റി പറയുന്നില്ല. കാര്യം വയനാട് അല്ലെങ്കിൽ ഇടുക്കിയുടെ പറ്റി പറയുന്നില്ല. കാര്യം അവിടെയൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ കുറവാണ്.
ഇപ്പോൾ കൊച്ചിയും വയനാടുമായിട്ടുള്ള വ്യത്യാസം തന്നെ, കൊച്ചിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, വാട്ടർ സപ്ലൈ എല്ലാം ഓക്കെയാണ്. പക്ഷേ വയനാട് എന്നൊരു ഏരിയ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി റൂറലാണ്. അവിടെ അത്രത്തോളം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പായി വന്നിട്ടില്ല. അപ്പോൾ ഗവൺമെൻറ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തെടുക്കാൻ റെഡി ആണെങ്കിൽ ആളുകൾ കൂടുതലായിട്ട് അവിടേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്. മറ്റൊന്ന് റിസർച്ച് ആൻഡ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുതിയ റിസർച്ചോ അല്ലെങ്കിൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റോ ഒക്കെ വന്നാൽ അതനുസരിച്ച് ഇൻവെസ്റ്റ്മെൻറ്റും നമുക്ക് കൂട്ടാം. ബാങ്കിങ് ഫെസിലിറ്റി സ്ട്രോങ് ആൻഡ് ഡിപ്പെൻഡബിൾ ബാങ്കിങ് ഫെസിലിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ കയ്യിൽ 1 കോടി രൂപയുണ്ട്, എനിക്ക് 50 ലക്ഷം രൂപയും കൂടെ ഉണ്ടെങ്കിൽ ഒരു ബിസിനസ് ചെയ്യാൻ പറ്റും. ഈ 50 ലക്ഷം രൂപ ഒരു ബാങ്ക് തരാൻ റെഡിയാണെങ്കിൽ ഞാൻ ആ 1.5 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ നടത്തും. എൻ്റെ കയ്യിൽ 1 കോടി ഉണ്ട്, പക്ഷേ 50 ലക്ഷം കൂടെ ഉണ്ടെങ്കിലേ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റൂ. ഈ 50 ലക്ഷം ഒരു ബാങ്ക് തരാൻ റെഡിയാണെങ്കിൽ നമ്മുടെ രാജ്യത്തേക്ക് ഞാൻ 1.5 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് നടത്താൻ പോകുന്നത്. മറ്റൊന്ന് ടാക്സ് ഇൻസെൻറ്റീവ് ഓൺ സേവിങ്. നമ്മൾ ഈ ഇൻസെൻറ്റീവ്സ്, അതായത് ടാക്സിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗുണങ്ങൾ കിട്ടുമെന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ് കൂടുതൽ നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങുക, അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയായിട്ട് ഗവൺമെൻറ്റിൻ്റെ കുറേ സ്കീമുകളുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഗവൺമെൻറ്റിൻ്റെ കുറേ സ്കീമുകളിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടാക്സ് ബെനിഫിറ്റ് കിട്ടും. ഇപ്പോൾ കൂടുതലായിട്ടും ടാക്സ് ബെനിഫിറ്റ് കിട്ടുമെന്നുണ്ടെങ്കിൽ അതിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ ചെയ്യും. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പഠിച്ചു തീർത്തത് ഇൻവെസ്റ്റ്മെൻറ്റ്, സ്പെക്കുലേഷൻ, ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് സ്പെക്കുലേഷൻ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇത്രയാണ് ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ കഴിഞ്ഞത്. എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ്, എന്താണ് സ്പെക്കുലേഷൻ, ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് സ്പെക്കുലേഷൻ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, നിങ്ങൾ ഒറ്റ കാര്യം മൈൻഡിൽ വെച്ചിരുന്നാൽ മതി. ഇൻവെസ്റ്റ്മെൻറ്റും സ്പെക്കുലേഷൻ നമ്മൾ ആ ഡിഫറൻസ് ഉണ്ടല്ലോ അത് നന്നായിട്ട് നോക്കി വെച്ചേക്കണം. അതറിയാമെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാം നിങ്ങൾക്ക് ഓക്കെയാണ്. എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ്? ആ വാക്കിൽ തന്നെ ഉണ്ട്. ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ, കുറേ നാളത്തേക്കുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊക്കെ പറയത്തില്ലേ, ലോങ് ടൈമാണ്. സ്പെക്കുലേഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, ഷോർട്ട് ടൈമാണ്. പെട്ടെന്ന് ലാഭം കിട്ടണം, പെട്ടെന്ന്. ആ ഒരു ആറ്റിറ്റ്യൂഡ് മാത്രം മനസ്സിൽ വെച്ചിരുന്നാൽ മതി. നിങ്ങൾ അങ്ങനെ അങ്ങ് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് പഠിച്ചു, സ്പെക്കുലേഷൻ പഠിച്ചു, ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് സ്പെക്കുലേഷൻ പഠിച്ചു, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ്. ബാക്കി ടോപ്പിക്ക് അടുത്ത ക്ലാസ് ആയിട്ട് വരും. ഓക്കെ.